എന്താണെന്നറിയോ, നമ്മൾ മൂന്നാർക്കാണ് പോണത്. മൂന്നാർ വട്ടവടയിലേക്കാണ്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ട്രിപ്പ് നമ്മളും നമ്മളുടെ വീടിൻ്റെ ചുറ്റുവട്ടത്തുള്ള നമ്മുടെ കമ്പനീസും എല്ലാവരും കൂടിയാണ് ഇന്ന് ട്രിപ്പ് വെച്ചേക്കണേ. അപ്പോൾ ഒരു അടിപൊളി ട്രിപ്പാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. പിന്നെന്താ, വട്ടവട ചെന്നിട്ട് വേറെ എവിടേക്കെങ്കിലും പോകുന്ന പ്ലാനിലില്ല. ഇനി അവിടെ ചെന്നിട്ട് ഞങ്ങൾ ചിലപ്പോൾ പ്ലാൻ ചെയ്യുമായിരിക്കും, പറയാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ എന്തായാലും സ്റ്റാർട്ട് ചെയ്തു. 4 മണിയൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ തന്നെ വണ്ടി എടുത്തു. ഇപ്പോൾ ഏകദേശം മാട്ടുപ്പെട്ടിയൊക്കെ കഴിഞ്ഞ് അല്ലേ, മാട്ടുപ്പെട്ടി ഡാമിലായിട്ട് ഇപ്പോൾ കഴിഞ്ഞ് മാട്ടുപ്പെട്ടി ഡാമൊക്കെ കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ ഇവിടെ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി നിർത്തിയേക്കാണ്. അപ്പോൾ എല്ലാവരും അപ്പോൾ റെസ്റ്റ് എടുത്തോണ്ടിരിക്കുകയാണ്. കണ്ടോ, ഇതാണ് നമ്മൾ വന്ന വണ്ടി കേട്ടോ, മഹാദേവക്കാണ് നമ്മൾ വന്നത്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഡ്രൈവർ കുറച്ച് റെസ്റ്റ് എടുക്കുകയാണ്. അപ്പോൾ അത്രയും നേരം ഞങ്ങളുടെ ഫോട്ടോ ഒക്കെ എടുത്ത് ഒരു ഇൻട്രോ ഒക്കെ ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാ. നമുക്ക് എന്താ പറയുക, ട്രിപ്പിൻ്റെ വീഡിയോസാണ്. അരുവിയൊന്നല്ല വെള്ളച്ചാട്ടം ഒന്നല്ല വെച്ച് കാണുമ്പോൾ അവിടെ ഇറ്റാച്ചെടുപ്പുണ്ട് കാണുമ്പോ.
ഇന്നത്തെ കേവാണെന്ന് പറയുന്നത് നമ്മുടെ അങ്ങോട്ടൊക്കെ പോവാട്ടാ. ഐസ് വെള്ളം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഫ്രിഡ്ജിൽ നിന്ന് എന്താ പറയാ ഐസ് അവിടെ ഒരു തൊട്ട് മുമ്പെടുത്താലെങ്കിലും ഉണ്ടാവും. ആ കണ്ടീഷനിലാണ്ട് തണുപ്പ് പൊട്ടിക്കുന്ന തണുപ്പ്. ഇനി നമുക്ക് വേണ്ടത് ഈ വഴി കൂടെയാണ് കേട്ടോ. നമുക്ക് ഇവിടെ മൂവ് ചെയ്യാം. കാല് മരവിച്ചു പോയിട്ടോ. പൊന്നേ അങ്ങോട്ട് പോകണ്ടാവുന്നുണ്ടാവും അല്ലേ? പോണതല്ല പക്ഷെ പിള്ളേരൊന്നും കേറ്റാൻ പറ്റത്തില്ല. ഇതിന്റെ അകത്ത് കൂടി മുകളിലേക്ക് പോവാന്നാണ് പറയുന്നത്. ആളുകൾ നീണ്ടൊക്കെ പോകുന്നുണ്ട്. പിള്ളേരുള്ളതുകൊണ്ട് കയറാൻ പറ്റുമോന്ന് അറിയില്ല. ഇറ്റങ്ങളെ കൊണ്ട് പോണ കാര്യം കഷ്ടമാണെന്നാണ് കണ്ടിട്ട് എനിക്ക് തോന്നണേ. എനിക്ക് എന്തായാലും കയറി നോക്കണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പൊ നമുക്ക് എന്താ അതുകൊണ്ട് നൈസായിട്ട് പോയാലോ എന്ന് ആലോചിച്ചിരിക്കാം കേട്ടോ. ഞാൻ രേഷയുടെ പിള്ളേരൊക്കെ ആയിട്ട് വലിഞ്ഞ് കയറുന്നുണ്ട്. എന്താണ് അവസ്ഥ എന്ന് അറിയില്ല. ഓക്കെ, അപ്പൊ എന്തായാലും അതിന്റെ അകത്തുള്ള വീഡിയോ എന്തായാലും കിട്ടാൻ ചാൻസ് ഇല്ല കേട്ടോ. കാരണം ഇരുട്ടാണ്, നല്ല ഇരുട്ടാണ്. ഇപ്പൊ ടോർച്ച് അടിച്ചിട്ട് പോവാണെങ്കിലും കിട്ടാൻ ചാൻസ് കുറവാണ്. ദേ ഈറ്റങ്ങളെ കൊണ്ടൊക്കെ എങ്ങോട്ടാണ് രക്ഷിട്ട് കയറും ഈറ്റങ്ങളൊക്കെ. ദേ ഇവിടെയൊക്കെ കുനിഞ്ഞൊക്കെ കിടക്കണ്ടട്ടോ. എനിക്ക് കണ്ടിട്ട് തന്നെ ചെറുതായിട്ട് പേടിയടിക്കുന്നുണ്ട്. എടോ ഈറ്റങ്ങളോട് പോവാൻ പറ്റില്ല. അപ്പൊ നമ്മ ഇതിലാണ് കേട്ടോ കയറി ഇറങ്ങി വന്നത്. ഞാൻ അങ്ങോട്ട് കാണിച്ചു തരാം. ഇവിടെ നല്ല കേട്ടാ അത്യാവശ്യം നല്ല അടിപൊളി ഗുഹയായിരുന്നു കേട്ടോ. ഡേഞ്ചറസ് ആയിട്ട് പോയിട്ട് തോന്നി. ഭയങ്കര ഡേഞ്ചർ എന്ന് പറയുന്നത് നമ്മ അങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് കുറച്ച് ടഫായിരുന്നു. വെള്ളത്തിൽ കളിച്ചത് ഇഷ്ടായ? തണുപ്പുണ്ടോ വെള്ളത്തിന്? നോക്കി പറയടാ. ഇതാണ് നല്ല ഐസും കട്ട പോലത്തെ വെള്ളം വരണ അത് കുഞ്ഞു വെള്ളച്ചാട്ടം കേട്ടോ.
കാണുന്നുണ്ട് ചേട്ടാ, അത്രയും കാണാണ്ട്. എന്ത് രസമാണെന്നറിയോ, എല്ലാ വീടുകളൊക്കെ എന്തോ ഇങ്ങനെ പൊട്ട് പോലെയാണ് കാണുന്നത്. കുറേ ഇങ്ങനെ കൃഷിയിടങ്ങളും എന്താ തട്ടായിട്ടുള്ള ഓരോ സംഭവങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കാണുന്നത്. പിന്നെ ഒരു ഗംഭീര മല, എന്താ രസം പോലും രക്ഷില്ല. ഒരു കോടയും കൂടി വന്നിട്ടുണ്ടെങ്കിൽ പൊളിച്ചാണ്. ഇപ്പൊ തന്നെ ഓൾറെഡി മഞ്ഞുണ്ടെന്ന് തോന്നണല്ലേ ചേട്ടാ, മൂടി നിൽക്കാണ് അല്ലേ, മഞ്ഞുണ്ടെന്ന് തോന്നുന്നു. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ഇപ്പോൾ സ്ട്രോബെറി തോട്ടത്തിലാണ്. അപ്പോൾ നമ്മളിപ്പോൾ സ്ട്രോബെറി കാണാൻ പോവാണ്. ഓക്കെ, അവിടെ സ്ട്രോബെറി കൃഷിയൊക്കെയാണ്. പിന്നെ ഇവിടെ സൂര്യകാന്തിയൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണാം കേട്ടോ. അപ്പോൾ അതേ നമ്മളിപ്പോൾ നമ്മുടെ സ്ട്രോബെറി തോട്ടത്തിൻ്റെ കവാടത്തിലാണ്. നമ്മൾ അങ്ങോട്ട് കയറാം കേട്ടോ. ഇവിടെ സ്ട്രോബെറി ചെടികൾ ഇഷ്ടംപോലെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. കുറേ സ്ട്രോബെറീസ് ഒക്കെ ഉണ്ടായി കിടക്കുന്നുണ്ട്. അതിൽ ചെറുതൊക്കെ ഇങ്ങനെ പഴുത്ത് വരുന്നുണ്ട് കേട്ടോ. റെഡ് കളറൊക്കെ ആയി കാണുന്നുണ്ട്. ഫുള്ളും റെഡല്ല, എന്താ ഒരെണ്ണൊക്കെ നിലത്തൊക്കെ വീണ് കിടക്കുന്നുണ്ട്. ഇനി ആരെങ്കിലും പൊട്ടിച്ചളഞ്ഞേക്കണമെന്ന് അറിയില്ല. അപ്പോൾ ഒരുപാട് പേര് കാണാൻ വന്നിട്ടുണ്ട്. നൈസായിട്ടുണ്ട് കേട്ടോ. ഇവിടെ എല്ലാവരും ക്യൂ നിൽക്കുന്നുണ്ട്. എന്താ സംഭവം എന്നറിയില്ല, നമുക്ക് നോക്കാം കേട്ടോ. ഇവിടെ സ്ട്രോബെറി സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം അതിൻ്റെ തിരക്കാണ് ഈ കാണുന്നത്. നമ്മൾ വട്ടവട മൊത്തം ഇറങ്ങിയത് ദേ ഈ വണ്ടിയിലായിരുന്നു കേട്ടാ. ഹലോ, അപ്പോൾ നമ്മുടെ കുട്ടീസൊക്കെ പുറത്തിറങ്ങി നിൽപ്പുണ്ട്. അപ്പോൾ നമുക്ക് നമ്മളുടെ സാരഥിനെ കൂടെ ഒന്ന് കാണാം കേട്ടോ. ഹലോ, പേര് പറയും. സംഗീത് വണ്ടിയുടെ ഓണർ ഇയാൾ തന്നെയാണ്. അതെ, അപ്പൊ അതെ, ഇത് സംഗീത് വണ്ടിയും സംഗീത ഡ്രൈവർ ഇത് തന്നെയാണ്. അപ്പൊ ഇയാളാണ് നമ്മളെല്ലാവരും കൊണ്ട് കാണിച്ചു തന്നത്. അപ്പൊ ഒരു ഹായ് എന്നേക്കിട്ടാ. അപ്പൊ വിട്ടോട്ടെ എന്നാ, ശരി, താങ്ക് യു.